പ്രധാനപ്പെട്ട് വേണ്ടത് ഞങ്ങളെ പള്ളി നല്ല ക്ലീൻ ആവണം. റമദാൻ വന്നുകൊണ്ടില്ലേ, ആ പള്ളിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചൊല്ലുമ്പോഴാണ് ജമാഅത്ത് വിഷയം. അതുകൊണ്ട് നല്ല ജമാഅത്ത് സജീവമാക്കണം. റമദാൻ എത്തിപ്പെട്ടിട്ടുണ്ട് കണ്ടെങ്കിൽ ഒരു ജമാഅത്ത് നണ്ട കൊണ്ട് മിസ്സാവുക തീരാ. ആ പ്രതിജ്ഞ എടുക്കാറില്ല. ഇപ്പൊ നീയത്താക്കോ വാക്കിടുമേ ഭാരി കഷ്ടത്തിൽ നോക്ക എങ്കിൽ റമദാൻ 5 ജമാഅത്ത് കിട്ടും. ബാക്കിയെല്ലാം സിംഗിൾ ആയിട്ട് നിസ്കരിച്ചില്ല. നോക്കാണ്ടാക്കിയോ എത്രമേ കിട്ടേ നോക്കല്ല. ഈ വർഷത്തെ റമദാന്റെ 30 നോമ്പുലും 5 വക്ത് ജമാഅത്ത് നിർബന്ധമായിട്ട് ഞാൻ എത്തിട്ടേക്കിടെ അള്ളാഹു എത്തുപാട്ടിത്തണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല നിസ്കാരായിട്ട് വേണം. അങ്ങനത്തെ നിസ്കാര ചില നിസ്കാരങ്ങൾ ചൊല്ലി ഡബൽ ആക്കൂ തീർന്നത്. ഡബൽ അല്ല ത്രിബിളാണ് ആക്കി തന്നെ. നിങ്ങൾ ഇപ്പൊ നോക്കൂ, പിടിച്ചോളല്ലേ, പിടിച്ചോളൂ. എല്ലാ നാളും വിരിയറക്ക തറാവീഹില്ലേ. ഈ തറാവി ചെറിയ തറാവി നിസ്കാരം എന്തല്ല. ഈ തറാവീഹിയുടെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിപ്പാട്ടി കാട്ടി തന്നെ മഹാനാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് പണ്ടത്തെ സ്വഹാബത്തുകൾ ദുആർന്ന് അല്ലാഹുമ്മ നവ്വിർ ഖബ്റ ഉമർ, അല്ലാഹുവേ ഉമറുടെ ഖബർ നീ പ്രകാശിപ്പിക്കുന്നു. കമാ നവ്വർത മസാജിദനാ ബിസ്വലാത്തി തറാവീഹ്. തറാവീഹ് നിസ്കാരങ്ങളെ കൊണ്ട് ഈ ഞങ്ങളെ പള്ളിയുടെ പ്രകാശിപ്പിച്ചതുപോലെ ഖുർആൻ ഓതുകയുടെ നിസ്കാരമല്ലേ തറാവീഹ്. എല്ലാവർക്കും മനസ്സിന് സന്തോഷം കൊടുക്കുന്ന നിസ്കാരമല്ലേ തറാവീഹ്. ആ തറാവീഹ് കൊണ്ട് ഞങ്ങളെ പള്ളിയുടെ വെളിച്ചമാക്കിയതുപോലെ ഉമറുടെ ഖബർ നീ വെളിച്ചമാക്കണു അല്ലാഹ്. സ്വഹാബത്തുകൾ ദുആർന്ന ദുആണ് മുഅ്മിനീങ്ങളെ. ഈ തറാവീഹ് ഞങ്ങളെ പള്ളിയിൽ നടക്കുമ്പോ ഈ തറാവീഹിൽ സജീവമായി ഞങ്ങ വേണം. ഒരു തറാവീഹും നഷ്ടപ്പെടുത്തില്ല ചൊല്ല നല്ല മനോധാർഢ്യങ്ങ വേണം. ഞാൻ കേക്കട്ട, ഈ റമദാനിൽ ഒരു തറാവീഹിക്ക് ഫർദുടെ കൂലിയല്ലേ കിട്ടേ, ഒരു സുന്നത്തുക്ക് ഫർദുടെ കൂലിയല്ലേ കിട്ടേ, ഒരു ഫർദുക്ക് എളുവല്ലേ മുഅ്മിനീങ്ങളെ. എങ്കിൽ ഈ തറാവീയുടെയും നമ്മൾ ഫർദാക്കുക സാധിക്കണോ? എങ്ങനെ? ഫർദെടുത്തെങ്കിൽ എളുവ കിട്ടില്ലേ, സുന്നത്തെടുത്തെങ്കിൽ ഒരു ഫർദുടെ കൂലിയല്ലേ കിട്ടേ. എങ്കിൽ തറാവീയുടെ ഫർദാക്കിട്ട് ആ ഫർദ് മുഖാന്തര എളുവ എടുക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യാവണു. അതെങ്ങനെ കൊണ്ടുണ്ടാ രണ്ട് ഉമ്മമാരെ പെങ്ങന്മാരെ റമദാൻ പണ്ടത് കൊണ്ട് ഞാൻ ചൊല്ലട്ട. ഞങ്ങൾ നിസ്കരിക്കട എല്ലാ നാളുടെ തറാവീഹ്, ആ തറാവീഹ് നിസ്കരിക്കട നിക്കടമൊന്നലു അതാ നാവുല ഞങ്ങൾ ചൊല്ലുക. എങ്ങനെ? ഇണ്ടത്തെ 20 റക്അത്ത് തറാവീഹ് നാണ് പടച്ചറപ്പുക നിസ്കരിക്കുക നേർച്ചാക്കിയ മുഅ്മിനീങ്ങളെ. ഇത് ചൊല്ലലോട് കൂടെ ഞങ്ങളെ തറാവീഹ് ഫർദായി പോയിട്ട് ഒരു തറാവീഹ് നിസ്കരിച്ചെങ്കിൽ എലുവാണ് കിട്ടിയോണ്ടുള്ള. ഇപ്പ മുന്നൽ അങ്ങനെയല്ല, ഒരു തറാവീഹ് ഫർദയുടെ കൂലിയെ കിട്ടിയോണ്ടിന്നെ. ഇപ്പൊ അങ്ങനല്ല, ഈ തറാവീഹ് ഫർദായി പോയിട്ട് നേർച്ചാക്കിയത് കൊണ്ടിട്ട് ഇപ്പൊ തറാവീഹ് കിട്ടുന്ന എലുവാണ് മുഅ്മിനീങ്ങളെ. ഇനിയും അതിലെ ഡബലാക്കുക തീർന്നോ എങ്ങനെ കൊണ്ടുണ്ടാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നുല്ലേ, റക്അതാനി ബിമിസ്വാകിൻ അഫ്ളു മിൻ 70 റക്അത്തിൻ ബിഗൈരി സിവാക്. ഒരാൾ 70 റക്അത്ത് മിസ്വാക്ക് ആക്കാണ്ട് നിസ്കരിക്കുന്നതും അതേ 2 റക്അത്ത് മിസ്വാക്ക് ആക്കി നിസ്കരിക്കുന്നതും ഏതാണ് നല്ലത്, ഏതാണ് ഉത്തമം? അറാക്കാക്കിട്ടുള്ള 2 റക്അത്ത് നിസ്കാരമില്ലേ, അത് അറാക്കാക്കാണ്ട് ഉള്ള 70 റക്അത്ത് നിസ്കാരത്താണ്ടി അപ്പുറമാണ്. തറാവീഹയുടെ നേർച്ചാക്കിട്ട് എലുവെടുത്തില്ലേ, അറാക്കും കൂടി ആക്ക. റമദാനിൽ പ്രത്യേകിച്ചും മഗ്രിബിൽ പിന്നെ ഞങ്ങളെ കീസലൊരു അറാക്കി കെട്ടി 10 റുപ്യ പോണ്ടേണ്ടി 20 റുപ്യ അറാക്കുള്ള കിട്ടത് എത്ര റാസി കോണി കിട്ടിയോണ്ടുണ്ട് അവിടെ. നിങ്ങൾ പേർച്ച ഇതെല്ലാം കിട്ടാകുമ്പോ ഭയങ്കര അമലവിടുണ്ടാ. ഞങ്ങൾ പർവ്വത സമാന അമലാക്കിയെങ്കിലും ഞങ്ങളെ കണ്ണിടെ മുടിയില്ലേ, ഈ മുടിക്ക് തന്നേക്കത് എത്തല, ഈ നിയമത്തുകത് എത്തല, എത്ര അമലെന്തെങ്കിലും മയ്യാവല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നല്ല അമലങ്ങ് വേണം. അറാക്ക മഗ്രിബിൽ പിന്നെ സുബഹിക്കാക്കി രണ്ട അത്താറെല്ലാം ഉണ്ടിട്ട് സുബഹി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഭക്തിയിൽ അറാക്കാക്കിയിട്ട് തുപ്തന്നെ മുളിങ്ങിടാ നോമ്പ്. അറാക്ക് സുബഹിൽ പിന്നെ അങ്ങനെ ആക്കില്ല, ജാഗ്രത ആക്കുക.
മഗ്രിബിൽ പിന്നെ തുടങ്ങിയ നിസ്കാരം. മഗ്രിബ് കാക്ക, മഗ്രിബ് പിന്നെയുള്ള സുന്നത്ത് കാക്ക, തറാവീഹ് നേർച്ചാക്കിട്ട് എല്ലാ തറാവീഹും ബ്രഷാക്കിട്ട് കിസൽ വെക്കിട നിസ്കരിക്കടേ. യാ അല്ലാഹ്, എത്ര 2 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ 140 തറാവീഹ് നിസ്കരിച്ചതുപോലെയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അണ്ടത്തെ 20 റക്അത്ത് തറാവീഹ് തീരുമ്പോ 1400, എത്ര 1400 തറാവീഹ് നിസ്കരിച്ച കൂലിയാണ് കിട്ടുക. പടച്ചറബുനോ തരട്ട് മുഅ്മിനീങ്ങളെ. ആ റമളാൻ ബന്തുണ്ട് കണ്ടെങ്കിൽ പള്ളിയുടെ സജീവമാക്കുവാനായി 200 ഭാഗമുണ്ട്. അതെങ്ങനെ? ഖുർആൻ നന്നായിട്ട് ഓതുക തെരിയാത്ത ഓദ്രങ്ങളെ കേൾക്കും. പഠിക്കിടങ്ങ റമളാൻ പെർഫെക്റ്റ് ടൈമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുടെ വർഷമാണ് ജിബ്രീൽ അലൈഹിസ്സലാം 2 പാട്ട ഖുർആൻ ഓതി കൊടുക്കുക. എത്ര പാട്ടാ? 2 പാട്ട. ബാക്കി 4 ഒരു പാട്ട മാത്രം. എന്തിനത്ര അർത്ഥം? മരിക്കവും നേരായിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ ഇബാദത്തുമായിട്ട് ആരെ ബന്ധപ്പെടുന്നുണ്ടാണ്. ഖുർആൻ സുബ്ഹാനല്ലാഹ് മുഅ്മിനീങ്ങളെ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 40 വർഷം ഇശായെടുത്ത വുളു പിന്നെ സുബഹി നിസ്കരിക്കടത്തോളം തിണ്ടാണ്. അതിനർത്ഥ ജാവു നിന്റെ നിസ്കാരം ഒരു ഖതം തീർക്കാണ്ട് ആ നിസ്കാരം തീരലാണ്ടാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. മുഅ്മിനീങ്ങളെ, ഏലമുണ്ട്, ഏലമെല്ലാക്ക അല്ലാഹു എല്ലാത്തിനും ബർക്കത്താക്കട്ടെ. പട്ടപട്ട എടുക്കണോ നാനിപ്പട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ല തറാവീഹ് നിസ്കാരമായിട്ട് വേണം, നല്ല ഖുർആൻ കൊണ്ട് സജീവമാക്കണു. അതിരൊട്ടി ഒരു പ്രത്യേകമായ ഒരു നിസ്കാരമുണ്ട്. അത് ഞാൻ നിസ്കരിക്കാറില്ല ഗൊന്തില്ല. ആ നിസ്കാരം ഈ റമളാനിലൂടെ ഞങ്ങൾ ചാൽത്തിക്കം പറഞ്ഞു. അതൊരു 8 ഗಂಟೆ 9 ಗಂಟೆ നേരാകുമ്പോൾ നിസ്കാര. അതിന്റെ പേര് സ്വലാത്തുൽ ദുഹാൻ. ഏത്? സ്വലാത്തുൽ ദുഹാൻ നിസ്കാര ചൊല്ലുന്നത്. പല ആൾമാരും അതിന്റെ മഹത്വം ഇല്ലാത്തത് കൊണ്ടാണ് നിസ്കരിക്കാണ്ടിരിക്കടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലില്ലേ, ലാ യുസല്ലിൽ മുനാഫിഖു സ്വലാത്തുൽ ദുഹാ. ഈമാനിന് ഡാമേജ് വന്നവനില്ലേ, ഈമാനിൽ കലവരക്കെ വന്നവനില്ലേ, നിഫാഖുള്ളവൻ, അവനുക്ക് ദുഹാ നിസ്കരിക്കുക സാധിക്കല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുഹാ നിസ്കാരത്തിന് നബി തങ്ങൾ പേര് വെച്ചതേ സ്വലാത്തുൽ ഗിന. നല്ല മനസ്സും തടിക്കും ഐശ്വര്യം തന്റെ നിസ്കാരമാണ് സ്വലാത്തുൽ ദുഹാ. അവിടേക്ക് തീർന്നില്ല. ഞങ്ങളെ കൈ പന്തിയോണ്ടുള്ളേ, ഞങ്ങളെ കാല് പന്തിയോണ്ടുള്ളേ, ഞങ്ങളെ മുതുങ്ങ ബഗ്പാട്ടൊക്കെ സാധിച്ചോണ്ടുള്ളേ, ഞങ്ങളെ തടിയിലുള്ള 360 ഗಂಟೆകൾ കാരണം കൊണ്ടാണ്. ഈ 360 ഗಂಟೆകൾ തന്നെ ഈ കിത്തറത്തോല് പടച്ചറപ്പുകൾ ഞങ്ങൾ ശുക്ർ ചൊല്ലുക തീർര. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ആ 360 ഗಂಟೆക്കും ശുക്ർ ചൊല്ലുക സാധിക്കുന്ന നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തെ പേരാണ് സ്വലാത്തുൽ ദുഹാ. പടച്ചറപ്പ് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഞങ്ങളെ അശ്രദ്ധങ്ങ ഇല്ലാണ്ടാക്കട നിസ്കാരം, ഞങ്ങളെ പൊടി ദോഷങ്ങളില്ലേ, ചെറിയ ദോഷങ്ങൾ, അതെല്ലാം പൊറുപ്പിച്ച് കളയുടെ നിസ്കാരമാണ് സ്വലാത്തുൽ ദുഹാ. ചെറിയ ഭാഗ്യമെന്തുമല്ല അതിൽ കിട്ടേ. ആ നിസ്കാരം ദായിമായി നിസ്കരിക്കടവനാളുകൾ റിസ്ഖിൽ വലിയ ബറക്കത്തിക്കൂ, അവന്റെ നൈപ്പിൽ വലിയ ബറക്കത്തിക്കൂ, അവന്റെ ആരോഗ്യത്തിൽ വലിയ ബറക്കത്തിക്കൂ, അവന്റെ പൈസത്തിൽ വലിയ ബറക്കത്തിക്കൂ, അവന്റെ ജീവിതത്തിൽ വലിയ സമാധാനം അല്ലാഹു കൊടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, റമളാൻ ബന്തുണ്ട് കണ്ടെങ്കിൽ ചിലത് ആദത്താക്കൊണ്ടു. ആദത്ത് നിപ്പാട്ടുള്ളതല്ല, റമളാൻ നിക്കലോടുകൂടെ നിക്കുള്ളതല്ല. അത് റമളാൻ കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ആവുള്ളതാണ്. ലാസ്റ്റ് ഒരു വിഷയം ചെന്നിട്ട് നല്ല പലകന നിപ്പാട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ അതാ നാളെ മീസാൻ ചൊല്ല തക്കടിയിൽ ഭാരം തൂക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ അമലല്ലേ നോമ്പ് മുഅ്മിനീങ്ങളെ. എങ്കിൽ രണ്ടാമത്തെ അമലാണ് ഇബാദത്തെടുക്കുമ്പോ നല്ല കഷ്ടങ്ങയിക്കിട്. ആ കഷ്ടങ്ങ സഹിക്കിടതുണ്ടല്ലേ, സ്വബറുങ്ങ ഉണ്ടല്ലേ. പറകു പോണ്ട നോമ്പ് നല്ല പൈല് കാലത്തിലുള്ള നോമ്പാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ, നബിയെ 3 കാര്യം എനിക്ക് ഇഷ്ടമാണ്, അതിൽ ഏറ്റവും ഇഷ്ടമായത് അതെ അസ്സൗമു ഫിശ്ശതാ, നല്ല പൈല് കാലത്തിലുള്ള നോമ്പാണ്. നല്ല
സബറുള്ള മൂമിനിಗೆ നോമ്പ് നോക്കുക തീരൂ, നല്ല സബറുള്ള മൂമിനിಗೆ ഖുർആൻ ഓതുക തീരൂ, നല്ല സബറുള്ള മൂമിനിಗೆ തറാവീഹ് നിസ്കരിക്കുക തീരൂ, നല്ല സബറുള്ള മൂമിനിಗೆ ദുഹാ നിസ്കരിക്കുക തീരൂ. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങൾ ചൊല്ലുല്ലേ, ഒരു മുഅ്മിനിക്ക് നരകം ഹറാമാക്കട നിസ്കാരമുണ്ട്. അതേത് നിസ്കാരമാണ്? എല്ലാ ഫർളുടെ മുന്നലും പിന്നെയുള്ള റവാത്തിബാണ്. സുബഹിയുടെ മുന്നലില്ലേ 2 റക്അത്ത് റവാത്തിബ്, ളുഹറുടെ മുന്നലില്ലേ ശക്തമായ സുന്നത്തായിട്ടുള്ള 2 റക്അത്ത് റവാത്തിബ്, ളുഹറുടെ പിന്നെയില്ലേ ശക്തമായ സുന്നത്തായിട്ടുള്ള 2 റക്അത്ത് റവാത്തിബ്, മഗ്രിബിയുടെ പിന്നെയില്ലേ ശക്തമായ സുന്നത്തായ 2 റക്അത്ത് റവാത്തിബ്, ഇശായുടെ പിന്നെയില്ലേ ശക്തമായ സുന്നത്തായ 2 റക്അത്ത് റവാത്തിബ്. ഇതൊരാൾ ദായിമാക്കിടേണ്ട കണ്ടെങ്കിൽ ഹബീബായ നബി തങ്ങൾ ചൊന്നതായി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പടിപാടി തന്ന്, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനൊരു കൊട്ടാരം റെഡിയാ. പടച്ചറബ് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഇബാദത്ത് എടുക്കുക നല്ല സബറുങ്ങ വേണം, തഹജ്ജുദ് നിസ്കരിക്കുക നല്ല സബറുങ്ങ വേണം. അതേ ഈ നല്ല വെയിലുകാലത്ത് നോമ്പ് നോക്കുക നല്ല സബറുങ്ങ വേണം. ഈ സബറുടെ പ്രതിഫലം എന്തിനകൊണ്ടുണ്ടാ? അത്രത്തിലുള്ള ഇബാദത്ത് നാളെ ഞങ്ങളെ തക്കടിലിടുമ്പോ ആ തക്കട് വലിയ തിന്നമായി പോവൂ. മൂന്നാമത്തെ കാര്യം, ഞങ്ങളെ മീസാന്റെ തൂക്കുടെ മൂന്നാമത്തെ കാര്യം അൽ അഫു, അതേ മാപ്പ് കൊടുക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ ഷഹറുൽ അഫു, പരിശുദ്ധമായ റമദാൻ ഷഹറുൽ അഫു അല്ലേ? അതിലെ ലാസ്റ്റ് 10 നിങ്ങൾ കേൾക്കണമേ, പടച്ചറപ്പൊടട്ടികളുടെ മാപ്പല്ലേ? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. പടച്ചറബ്ബേ, നീ വലിയ മാപ്പ് തണ്ടവനാണ്, നക്ക് നീ മാപ്പ് തരണം. പടച്ചറപ്പൊടട്ടനങ്ങാക്കിയ തപ്പുകളുടെ മാപ്പ് കേൾക്കണം. എങ്കിൽ കേക്കട്ടെ മോമിനീങ്ങളെ, സ്വന്തം നമുക്ക് തമാശാക്കിയ ആൽമാർ, ഞങ്ങളെ അടിച്ച ആൽമാർ, ഞങ്ങളെ ആക്രമിച്ച ആൽമാർ, ഞങ്ങളെ എന്തെല്ലാം പെറോത്തുൽ ചൊന്ന ആൽമാർ, ഞങ്ങളൊട്ടിಗೆ കളിച്ച ആൽമാർ, അങ്ങു അതാ മാപ്പ് കൊടുക്കുക ഞങ്ങൾക്ക് മനസ്സ് പണ്ടില്ലേ? എങ്കിൽ പടച്ചറപ്പുട്ട ഈ മാപ്പ് കേൾക്കിടേക്ക് ഒരർത്ഥവുമില്ല. എല്ലാവർക്കും മാപ്പ് കൊടുക്കൂടെ മനസ്സാവണം. ഹബീബായ നബി തങ്ങൾ എത്ര മാത്രമാണ് മാപ്പ് കൊടുത്തേ? പിറാന്ത ചൊന്ന ആൽമാർ, തലയുടെ പൊട്ടുപാട്ടിയ ആൽമാർ, കാല് കഥാ കല്ലെറിഞ്ഞ് ചോരവർ പാട്ടിയ ആൽമാർ, അങ്ങനെ തുടങ്ങി നബിതങ്ങൾ പോയവിടെ നബിതങ്ങൾ എതിർത്ത് പ്രസംഗിച്ച ആൽമാർ, ഒരു കാലത്ത് നബിതങ്ങളെ എതിർത്ത് സറണ്ടറായി വരുമ്പോ ഹബീബായ നബിതങ്ങൾ ചൊന്ന പലക്കാണ്, ഇത് ഹബൂ അന്തുമുത്തുലഖാ, മക്കളെ നിങ്ങൾ പോരു, നിങ്ങൾക്ക് എല്ലാവരും സ്വാതന്ത്ര്യമാണ്. എന്തൊരു മനസ്സാണ് നബിതങ്ങളത്! ഇതുപോലെ ചെറിയ മനസ്സെങ്കിലും ഞങ്ങൾ കാട്ടണ്ടേ മുഅ്മിനീങ്ങളെ? ചെറിയ ചെറിയ വിഷയത്തിക്ക് പിണങ്ങിയിട്ട് പെഞ്ഞായിട്ട് അർസായ എത്ര ആള്, മക്കളൊട്ട് അർസായ അബ്ബമാരെത്ര ആള്, സ്വന്തം അബ്ബമ്മൊടൊട്ട് അർസായ മക്കൾ എത്ര ആള്, സ്വന്തം പ്രായത്തങ്ങളൊട്ടി അർസായ ആൽമാരെത്ര ആള്. ചെറിയ ചെറിയ വിഷയത്തിക്ക് മാപ്പ് കൊടുക്കുക ഞങ്ങൾ സാധിക്കില്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾക്കും നബിതങ്ങളുമായി എന്ത് ബന്ധമാണുള്ളേ? ഞങ്ങൾക്കും അല്ലാഹുമായി എന്ത് ബന്ധമാണുള്ളേ? പടച്ചറപ്പുഴട്ട മാപ്പ് കേക്കിടേക്ക് എന്തർത്ഥമാണുള്ളേ? കഴിഞ്ഞുപോയ സർവ്വ സ്വാലിഹീങ്ങളെയും ചരിത്രം എടുത്തു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അലി ഹുസൈനുൽ ആബിദീൻ നബി തങ്ങളെ, അതേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മോനിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ സംഭവം ചൊന്നുണ്ട് പലക്കനാനിപ്പാട്ട. പടച്ചറബ്ബേ, ഞങ്ങളെ മജ്ലിസ് എല്ലാം നീ കബൂലാക്കണോ അല്ലാഹ്. ആ അലി ഹുസൈനുൽ ആബിദീൻ ചൊല്ലുന്ന മഹാന്റെ മുഖാന്തരമാണ് ഈ ലോകത്തിൽ ഖിയാം എന്നാല് തോലുപണ്ട് സർവ്വ സാദാത്യങ്ങളുള്ളേ, സർവ്വ തങ്ങന്മാരുമുള്ളേ. ഹുസൈൻ റളിയല്ലാഹു അൻഹുടെ മോനാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ പുള്ളിയാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ ഹുസൈൻ അലി ഹുസൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഒരു നാളതാ പള്ളിക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോ കൂടെ കുറെ ആൽമാർ അനുയായിങ്ങ പെറോത്തുള്ളാറ്. പള്ളിക്ക് ഇങ്ങനെ പോകുമ്പോ അതാ ഒരാള് എതിരുക വന്ന്, അയാള് വന്നിട്ട് സൈനുൽ ആബിദീൻ ചൊല്ലുടെ ഈ മഹാന്റെ വല്ലാതെ പറയുക
തുടങ്ങിയിട്ട് വല്ലാതെ ആക്ഷേപിക്കുക തുടങ്ങിയിട്ട് അപ്പോഴതാ കൂടെയുള്ള ആൽമാർ ഈ ആളുടെ അടിക്കുക പോയാർ. അപ്പോഴാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അടിക്കണ്ട, ആ മോന് അടിക്കണ്ട എന്നിട്ടാണ് ആ പറഞ്ഞ ആളുടെയും മുഖം നോക്കിയിട്ട് മഹാൻ ചൊല്ലുന്ന ഫിയ അക്സറു മിമ്മാ തഖൂലു, മോനെ പലതും നണ്ട ഭാഗ്യ നീ പറഞ്ഞില്ലേ, നക്കതാ പലതും നീ തമാശാക്കിയില്ലേ, പക്ഷെ അതെല്ലാം കുറഞ്ഞു പോയിട്ട് നീ ചൊല്ലത് രാട്ടി ആറപടക്ക് കണ്ട ജീവിതത്തിലുണ്ട്. ഇങ്ങനെ ലോകത്ത് തവാദു കാട്ടി ജീവിച്ച മഹാന്മാരാണ്. എന്നിട്ടാണ് മഹാൻ ചൊല്ലുന്നത് വമാലാ തഅരിഫുഹു മിന്നീ അക്സറു മിമ്മാ അറഫ്ത, അതേ നിക്ക് ഗൊന്തില്ലാത്ത പലതും നക്ക് ഗൊന്തുണ്ട് മോനെ, അതുകൊണ്ട് ഇനിയും നീ പറയുക ബാക്കിയുണ്ട്, ഇനിയും പറയും. മോനെ അതെനിക്ക് വേനോണ്ട് കണ്ടെങ്കിൽ എന്റെ ഭാഗ്യമുള്ള ഇനിയും കുറെ ഫോൾട്ട് കൊണ്ടു അതിനാണിക്ക് ചൊന്തണ്ട. ഇത്രയും കേട്ടിട്ടാവുമ്പോ അവിടുത്തോല് പറഞ്ഞോണ്ട് ഇന്ന മനുഷ്യ നാനിച്ചിട്ടതാ മുഖം താത്തി പോയാ. കൂടെയുള്ള സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സ്വന്തം ഇട്ട കമീസില്ലേ, ആ കമീസിറയും മാറ്റിയിട്ട് ആ മനുഷ്യക്ക് കൊടുത്തു. കൂടെയുള്ള ആൽമാരട്ട ചൊന്തു നന്റെ ഖജനാവിടെ 1000 ദിർഹമില്ലേ, ഈ പറഞ്ഞ ഓണുക കൊടുക്കറോ. അപ്പോഴാണ് ആ പറഞ്ഞ അതുവരെ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മനുഷ്യൻ ചെന്നുകൊണ്ട് പോണ്ട് അഷ്ഹദു അന്ന ശാബ വലദു റസൂലില്ലാ, ഇതൊരു ചില്ലര മനുഷ്യനല്ല, നബിതങ്ങളെ ചാര പറന്നോണ്ടുള്ള, നബിതങ്ങളെ ചാര സർക്കുലേഷനായോണ്ടുള്ള വല്ലാത്ത മഹാനാണ്. മുഅ്മിനീങ്ങളെ അങ്ങളെ പറഞ്ഞതിന്റെ പേരിൽ തിരിച്ച് പറഞ്ഞതല്ല, തിരിച്ച് അടിച്ചതല്ല, ആൽബല ഇല്ലാത്തത് കൊണ്ടല്ല, ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, അധികാരങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, എല്ലാം എന്നിട്ടും സുബ്ഹാനല്ലാഹ് സ്വന്തം അതാ എതിർക്ക് വേണ്ട ഉണ്ട് അഫു കൊടുത്തിട്ട് മാപ്പ് കൊടുത്തിട്ട് പുട്ടെ മഹാന്മാർ. ഈ സ്വഭാവം ജീവിതത്തിൽ നമുക്ക് വേണ്ട. ആക്രമിച്ച ആളുകൾ മാപ്പ് കൊടുക്കുള്ള മനസ്സ്, പെറോത്തുൽ ചെന്നോണുക മാപ്പ് കൊടുക്കുള്ള മനസ്സ്, സുബ്ഹാനല്ലാഹ് അടിച്ചോനുക മാപ്പ് കൊടുക്കുള്ള മനസ്സ്, ജാഗ ഉൾകിട്ടവനുക മാപ്പ് കൊടുക്കുള്ള മനസ്സ് ഞങ്ങൾക്ക് വേണ്ട. എങ്കിൽ നാളെ ആഖിറത്തിൽ ഞങ്ങളുടെ നല്ല തുമ്പടക്കും തൂക്കുമ്പോ ഞങ്ങളെ നല്ല തക്കടിയില്ലേ, അത് ദിനം കൂടെ ഉള്ള പ്രധാനപ്പെട്ട കാരണം ചെന്നിട്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഈ മദ്ഹെല്ലാം ചൊന്നതിന്റെ പേരിൽ, ഇൽമെല്ലാം ചൊന്നതിന്റെ പേരിൽ അല്ലാഹു നമുക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. ആഖിറത്തിൽ വലിയ സവാബുൽ അമലായി അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ.